ചേച്ചി ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേര് എടമ്പാടം. വരാപ്പുഴയിലെ എടമ്പാടം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബാക്കിൽ പുഴയാണ്. വരാപ്പുഴ പുഴേൻ്റെ സൈഡിലുള്ള ഗ്രേസി ചേച്ചീൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. ഗ്രേസി ചേച്ചി ഇത് നമുക്ക് നല്ല കപ്പയും മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കി തരാൻ പോണത്. പ്രളയം വരുമെന്ന് പറഞ്ഞുള്ളൂ, പക്ഷെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ആ കഞ്ഞിക്കടയിൽ എത്ര രൂപ മുടക്കി ഉണ്ടാക്കിയോ അതെല്ലാം പ്രളയം കൊണ്ട് ഈ ഗ്യാസ് അടുപ്പടക്കം. ഓക്കെ, പിന്നെ ഇതെങ്ങനെ തിരിച്ചു കിട്ടി? ഹായ്, സംസാരം ടിവിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വരാപ്പുഴയിലാണ്. ചേച്ചി ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേര് എടമ്പാടം. വരാപ്പുഴയിലെ എടമ്പാടം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബാക്കിൽ പുഴയാണ്. വരാപ്പുഴ പുഴേൻ്റെ സൈഡിലുള്ള ഗ്രേസി ചേച്ചീൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. ഗ്രേസി ചേച്ചി ഇത് നമുക്ക് നല്ല കപ്പയും മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കി തരാൻ പോണത്. ചേച്ചി തുടങ്ങിയാലോ? ഓക്കെ, മീൻകറിയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മീൻകറിയുടെ വിഭവങ്ങളാണ്. ഓക്കെ, ഇഞ്ചി ചതച്ചത്, ഓക്കെ, പച്ചമുളക്, കുടംപുളി, കറിവേപ്പില, ഇത് ചുമന്നുള്ളിയാണ്, ചുമന്നുള്ളി ചതച്ചത്, വെളുത്തുള്ളി, കടുക്, ഉലുവ, ഉപ്പ്, കേരയാണ് മീൻ. ഈ മീനാണ് ഇന്ന് കറി വെക്കാൻ പോകുന്ന മീൻ. ഓക്കെ ചേച്ചി, നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പ് കുറേ കേട്ടിരുന്ന ചേച്ചിയുടെ മറിയം കാറ്റേഴ്സ് എങ്ങനെ പോകുന്നു ഇപ്പോൾ? ഇപ്പോൾ അധികം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇവിടെ അടുത്ത് ഹോസ്പിറ്റലുണ്ടേ. ഓക്കെ, ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും സ്റ്റേഷനിൽ നിന്ന് SIs അങ്ങനെയൊക്കെ കുറച്ച് പേരാണ് ഇവിടെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ഓക്കെ, ചട്ടി ചൂടായി കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്. 1 കിലോ മീനാണ് കേര. ഓക്കെ, ഇത്രയും എണ്ണ ആവശ്യം പോലെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്നതിനനുസരിച്ച് എത്ര എണ്ണ വേണമെങ്കിലും. ചിലർക്ക് അധികം എണ്ണ വേണ്ട. ഓക്കെ, കുറച്ച് എണ്ണയിലാണ്. അപ്പൊ ചേച്ചി അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ടോ? ഉണ്ട്. എണ്ണ ഒട്ടുമില്ലാതെ മീൻകറി വെക്കും. എണ്ണ ഒട്ടുമില്ലാതെ മീൻകറി വെക്കും എന്നുവെച്ചാൽ ഇപ്പോൾ തന്നെ ഇത് എണ്ണ ഒഴിച്ചിട്ട് മീൻ ഉള്ളിയെല്ലാം വഴറ്റിയിട്ടാണ് ചെയ്യണം. അല്ലാതെ ഇതെല്ലാം പച്ചനെ ഇങ്ങനെ ഇതിലോട്ട് ഇട്ടിട്ട് മീനിട്ടിട്ട് എണ്ണ ഒന്നും ഒഴിക്കാതെ കറി വെക്കും. ഷുഗറൊക്കെ ഉള്ളവർക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത്. കടുകിട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ. ചേച്ചി ഇത്ര അളവിന് ഇടണമെന്നുണ്ടോ? ഇത് ഈ മീൻകറിക്കുള്ള ഉലുവ. ഓക്കെ, ഉലുവയും പൊട്ടി. ഇനി കറിവേപ്പില ഇടണം. ഇത്ര മതിയോ? ഇത്രയും കറിവേപ്പില മതി. ഓക്കെ, ഒരുവിധം ആയി. അത് കഴിഞ്ഞ് ഇത് ഉള്ളിയാണ്, ചെറിയ ഉള്ളി ചതച്ച് വെച്ചത്. ഇത് എത്ര വേണമെങ്കിലും ഇടാം. 10 ഗ്രാമാണ്. അളവ് നോക്കുന്നില്ല, ഇഷ്ടമുള്ള അത്ര ഇടാം. മീന് ഈ വലിയ ഉള്ളിനേക്കാളും ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വെല്ലുള്ളി, സവാള. സവാള. ഉള്ളി ഇട്ട് ഇനി ഉള്ളി ഒരുവിധം വഴണം. മൊരിയണ്ട, ചെറുതായിട്ട് വഴന്നാ മതി. ഇല്ല, ഇച്ചിരി വഴയണം. എന്നാലേ മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ചേച്ചി അടുത്തത് എന്താ ഇടുന്നത്? അടുത്തത് ഇഞ്ചിയാണ്. ഇഞ്ചി മീനുള്ളതാണ്. ഇഞ്ചി ഇത്രയും അളവ് വേണം? അളവ് വേണം. ഓക്കെ, എൻ്റെ മീൻകറിയുടെ ടേസ്റ്റ് ഇഞ്ചിയിലാണ്. ഉള്ളി. ഓക്കെ, ഉള്ളിയും ഇഞ്ചിയും എത്ര ഇടാമോ അത്ര ഇട്ട്. ഓക്കെ, ഇഞ്ചി ഇതുപോലെ ഒന്ന് വഴലണം. ഇഞ്ചി ചതച്ച ഇഞ്ചിയാണ്. അപ്പോൾ ഒരുവിധം ഈ ഉള്ളിയുടെ ഒപ്പം തന്നെ ഇങ്ങനെ വഴലണം. ഓക്കെ, നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം തന്നെ. നല്ല കാറ്റാണല്ലോ ഇവിടെ, പുഴ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ ഫാനൊന്നും വേണ്ടി വരില്ലല്ലേ? എപ്പോഴും നല്ല തണുപ്പായിരിക്കും. ഞങ്ങൾ ഇപ്പോൾ ചീനവല ഇടാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ മീൻ പിടിച്ച് ഞങ്ങൾ തന്നെ ഇവിടെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ അപ്പം തന്നെ മീൻ കറി വെച്ച് കൊടുക്കും. ഓക്കെ, അത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? ഒരുവിധം വഴങ്ങി. ഇനി എന്താ ഇടാനുള്ളത്? പച്ചമുളക്. പച്ചമുളക്
ഇത്രയും പച്ചമുളകാണ്. ഇത് എത്ര പച്ചമുളകാ? ഇത് 5 എണ്ണം. 5 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു. ഈ പച്ചമുളക് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചമുളകല്ല. അല്ല, ഇത് നമ്മ ഇപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൃഷിഭവന്റെ ഒരു വീട്ടില് കൃഷിഭവനിലേക്ക് കൊടുക്കുന്ന ഒരു പച്ചക്കറി ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് എല്ലാ നാടൻ സാധനങ്ങളാണ് നമ്മ വാങ്ങുന്നത്. ചേച്ചി നാടൻ സാധനങ്ങളാണ് എങ്ങനെ ഉപയോഗിക്കാറ്? ഓക്കെ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി എണ്ണ വേണം. അളവുണ്ടോ ചേച്ചി ഇങ്ങനെ ഇത്രയും എണ്ണ ഒഴിക്കണം? അധികം എണ്ണ ഒഴിക്കാതെയാണ് ഈ നെയ്യുള്ള മീനാ ഇത്. ഓ, കേര. ഈ മീന് അധികം എണ്ണ വേണ്ട. ഈ ഉള്ളിയും ഇതൊക്കെ വഴലാണല്ല, ആ ഒരു എണ്ണ മതി. അത്ര മതി. ഇനി മഞ്ഞൾപ്പൊടി. അതിനു മുമ്പേ ഉപ്പിടണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇടണം. ഉപ്പിടണം. ഈ ഉള്ളി വഴലാൻ വേണ്ടി ഉപ്പിടൂലേ പലരും? ഇടും, പക്ഷെ മീൻകറിയിൽ ഞാൻ ഇടാറില്ല. അങ്ങനെ ഇടാറില്ല. ഓക്കെ. ഉപ്പിടണം. ഓരോ ഇൻഗ്രീഡിയന്റ് ഇടുമ്പോഴും ഒന്ന് വഴറ്റണം. നല്ല മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഓ, അടുത്ത് നിന്ന് കാറ്റ് ഗ്യാസ് ശരിയാണ്. ഇനി മഞ്ഞൾപ്പൊടി. ശരിക്കും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അത്ര മതി. ഞങ്ങൾ സാധാരണ പുറത്തുനിന്നുള്ള മീൻ വാങ്ങി ആർക്കും കൊടുക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന മീനും കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടുന്ന് പിടിക്കുന്നത്. ചേച്ചി, അപ്പോൾ ഈ പുഴ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ ഫ്ലഡിന്റെ ടൈമിലൊക്കെ അത് അപ്പോൾ വലയെല്ലാം പോയിട്ട് പിന്നെ വേറെ വല ഇട്ടതാ. ആണോ? ഒരു ഇതായില്ല. ഇനി മുളക് പൊടി. ഓക്കെ. മുളക് പൊടി എരിവ് എത്ര വേണം അത്ര ഇടാം. പക്ഷെ ഞാൻ 1 കിലോ മീന് ഇത്ര മുളക് പൊടി. ഒരു വലിയ സ്പൂൺ മുളക് പൊടി. 1.5 സ്പൂൺ വലിയ സ്പൂൺ മുളക് പൊടി. ഓക്കെ. ഇട്ട് കുറച്ച് നേരം വഴറ്റണം. ഓക്കെ. കുറച്ച് നേരം വഴറ്റി ലൈറ്റ് കളറാണ്. ചേച്ചി വന്നപ്പോ തന്നെ ഈ ഗ്യാസ് സ്റ്റൗവിന്റെ ഒരു കഥ പറഞ്ഞായിരുന്നു. അത് പ്രേക്ഷകരോട് കൂടി ഒന്ന് പറയാമോ? ഞാനിവിടെ 2017 ഇങ്ങനെ ഒരു കഞ്ഞിക്കട തുടങ്ങിയിരുന്നു. കഞ്ഞിക്കട തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും സഹായിച്ച് കടയുടെ സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ കഞ്ഞിക്കട തുടങ്ങിയ കഞ്ഞിക്കടയുടെ ഇവിടെ കിടക്കുമ്പോഴാണ് പ്രളയം വന്നത്. 2018 പ്രളയം വരുമെന്ന് പറഞ്ഞുള്ളൂ, പക്ഷെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ആ കഞ്ഞിക്കടയിൽ എത്ര രൂപ മുടക്കി ഉണ്ടാക്കിയോ അതെല്ലാം പ്രളയം കൊണ്ട് ഈ ഗ്യാസ് അടുപ്പടക്കം. ഓക്കെ. പിന്നെ ഇതെങ്ങനെ തിരിച്ചിട്ടി? ഇത് തിരിച്ചിട്ടിന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ സാധനങ്ങളും എടുക്കാൻ പറ്റാത്ത വിധം വെള്ളത്തിലായിട്ട് ഇത് ഞാൻ എടുത്തു. കയറിട്ട് കെട്ടി വെച്ച് ഇത് വലിച്ചെടുത്ത് ഇവിടെ ചാരി വെച്ചിട്ട് ഞങ്ങൾ പോയി. ഓക്കെ. പിന്നെ 2 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ 1.5 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നത്. അപ്പോഴും ഈ അടപ്പിന് ഒന്നും പറ്റാത്ത വിധം വെള്ളവും ചെളിയെല്ലാം കളഞ്ഞ് ഞങ്ങൾ ഭംഗിയാക്കി എടുത്തു. അപ്പൊ പ്രളയത്തെ അതിജീവിച്ച അടുപ്പാണ്. ഓക്കെ. അപ്പൊ വലിയൊരു കഥ തന്നെ ഉണ്ട് ഈ ഒരു അടുപ്പിന് പറയാൻ. അടുത്തത് നോക്കിക്കോ. വെള്ളം ഒഴിക്കണം. ഇത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കണമെന്നില്ല. അല്ല, അത് ഞാൻ ഉദ്ദേശം വെച്ചാ ഒഴിക്കണത്. ഇത്ര വെള്ളം ഒഴിച്ചിട്ട് ഒരുവിധം നല്ലോണം വഴറ്റണം. ഈ കപ്പ മീൻകറി എന്ന് പറഞ്ഞാൽ അധികം ചാറ് വേണ്ട. ഓ, മനസ്സിലായോ? അധികം ചാറില്ലാത്ത മീൻകറി. ചാറുണ്ടാവും ആവശ്യത്തിന്. കപ്പ കഴിക്കാൻ പറ്റിയ വേണ്ടി. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പൊ ഞാൻ ഉപ്പൊന്നും നോക്കിയില്ലല്ലോ, എരിവ് നോക്കിയില്ല. ഇത് ഒന്നും നോക്കാതെ തന്നെ മീൻ ഇട്ട് കഴിയുമ്പോ ഇതിന്റെ കറക്റ്റ് ആയിരിക്കുള്ളൂ. അല്ല,
ചേച്ചി അങ്ങനെ വെച്ച് ശീലിച്ചതിൻ്റെ അതൊരു ഇത് ഒരുവിധമായിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മുടെ ഈ മീൻ പിറക്കിങ്ങത്തിടും. 1 കിലോ കേര ഫിഷാണ്. ഓക്കെ. ചേച്ചി ഇത് ഇവിടെ നിന്ന് പിടിച്ചതാണോ? അല്ല, ഇത് ഞങ്ങൾ കേര ഇവിടെ കിട്ടൂല. ഓ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം. ഇവിടുന്ന് നല്ല പുഴമീനായിരിക്കും അല്ലേ? കരിമീൻ, ബാക്കിയുള്ള കൊഴുവ, ചെമ്മീൻ, കൊഴുവൊക്കെ ഇവിടുന്ന് കിട്ടും. ഇളക്കി കൊടുക്കണോ? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. കിലോ മീനിന്റെ കണക്ക് പഠിച്ചോ? പിന്നെ പഠിച്ചു. ഇനി 1 കിലോ കേര ഫിഷ് കിട്ടിയാൽ ഇത്രയും വരെ ആയി. ഇനി ബാക്കിയും കൂടി ചേച്ചി പറഞ്ഞു തരുമല്ലോ. ഈ മീനിട്ടില്ലേ, എല്ലാം ഇങ്ങനെ ഒരുവിധം എല്ലാ എല്ലാ മീനും ഈ അരപ്പ് പിടിക്കണം. കണ്ടോ? ഉപ്പും മുളകും. കുറെ വെള്ളം ഒഴിക്കണോ ചേച്ചി? കുറച്ചൊഴിക്കണം. എന്ന് വെച്ചാൽ ഈ മീൻ വേവാനുള്ള ഒരു ടൈമില് 10 മിനിറ്റ് വേകണം. 10 മിനിറ്റ് വേണ്ടു. അടച്ചു വെച്ച് വേവിക്കണോ? അടച്ചു വെച്ച് വേവിക്കണം. ഞങ്ങളുടെ മീൻ വാങ്ങുന്ന ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ പിടിച്ചുകൊണ്ട് തന്നെയാണ് ആ ചേട്ടൻ. അത് വാങ്ങിയിട്ട് ഇനി ബാക്കി വരാട്ടോ. ചേച്ചിയുടെ കൂടെ പോയി ഒന്ന് മീൻ വാങ്ങിയിട്ട് വരാം. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ മീൻകറി നന്നായി തിളച്ച് വരുന്നുണ്ട്. മീൻകറി തിളച്ച് മീൻകറി തിളച്ചു. പിന്നെ നമ്മൾ പുളി ചെറിയ കഷ്ണങ്ങളായിട്ട് പുളി ഇതിലേക്ക് ഇടാം. കഷ്ണങ്ങളായിട്ട് ഇടണോ? അപ്പോൾ പെട്ടെന്ന് പുളി പിടിക്കും. ഓക്കെ. അധികം പുളി വേണ്ട. ഇത്ര പുളി ഈ മീനുള്ളതാണ്. ഇത്ര പുളി വേണം. ചേച്ചി മീൻകറി ആയി? മീൻകറി ആയി. ഇപ്പോൾ ഇതെന്താ ചെയ്യാ? അത് എല്ലാ സ്ഥലത്തും ആയോന്ന്. ഇപ്പം ഉപ്പും പുളിയും എരിവും എല്ലാ മീനും ആയോ ശരിയായി. മീൻകറി റെഡിയായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കാം. ഒഴിച്ചാൽ മതി. ടേസ്റ്റ് മേക്കർ. ഓക്കെ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിക്കുക. അപ്പോൾ മീൻകറി റെഡിയായി. അപ്പോൾ നമ്മുടെ കേര ഫിഷ് കൊണ്ട് ചേച്ചി നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. മഴ കാരണം നമുക്ക് വീടിനകത്തേക്ക് പോയി നല്ല കപ്പയും കൂട്ടി കഴിക്കാം ഇത്. അപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ച് കപ്പയും മീൻകറിയും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ചെറുതായിട്ടൊന്ന് മഴയൊക്കെ നനഞ്ഞ് അകത്തേക്ക് കയറി വന്നിരുന്ന് കഴിക്കാൻ പോവുകയാണ്. ചേച്ചി കപ്പയും നല്ല കേരക്കറിയും ഉണ്ട്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ ഒരു കുഞ്ഞ് പീസും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഉണ്ടാക്കിയതായത് നല്ല ചൂടുണ്ട്. നന്നായിട്ടുണ്ട് ചേച്ചി. ചേച്ചി ഇടുമ്പം തന്നെ പറഞ്ഞായിരുന്നു ഇത്രയും ഉപ്പിടും ഇത്രയും മുളകിടും. അതൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാറില്ലെന്ന്. അത് തന്നെ കറക്റ്റ് ടേസ്റ്റ് ചേച്ചി. ചേച്ചി ഇങ്ങനത്തെ എത്ര വെറൈറ്റി ഉണ്ടാക്കും? ഞാൻ ഇപ്പൊ കേര തന്നെ 10 മോഡൽ കറി ഉണ്ടാക്കും. 10 സൈസ്. ഓരോരുത്തർ കഴിക്കണതിനനുസരിച്ച് വെളിച്ചെണ്ണ ചേർക്കാതെ മുളകധികം ചേർക്കാതെ തിളപ്പിച്ചു കൊടുക്കും. അങ്ങനെ 10 കൂട്ടം കറി ഉണ്ടാക്കും. കേര കൊണ്ട് തന്നെയല്ല എല്ലാ മീനും അങ്ങനെ വെക്കും. പിന്നെ എല്ലാ സൈസ് ഭക്ഷണങ്ങളും ഞാൻ ഉണ്ടാക്കും. ടേസ്റ്റി ഫുഡ് എന്നാണ് പേര്. ഓക്കെ. ചേച്ചി കേര അല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ടാക്കും? വേറെ കൊഴുവ പീര വറ്റിക്കും,
വറക്കും. പിന്നെ കൊഴുവ മുളക് കറി വെക്കും, ചാളക്കറി വെക്കും, പിന്നെ അയില, അങ്ങനെ എല്ലാ മീനും കറി വെക്കാനറിയാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻകറിയും കപ്പയാണ് ഗ്രേസി ചേച്ചി ഇന്ന് നമുക്ക് ഉണ്ടാക്കി തന്നത്. വരാപ്പുഴ ഈ ഭാഗത്ത് വരുന്ന ആരായാലും ഗ്രേസി ചേച്ചീൻ്റെ അടുത്ത് വരിക, ഇത് കഴിക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ്. കാര്യം ഞാൻ ചുമ്മാ പറയല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതിന്റെ കളറും ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളിത് വീട്ടിലും ഉണ്ടാക്കി നോക്കുക. ഇനി ഒരുപാട് മീൻകറികളും വിശേഷങ്ങളും ആയിട്ട് ഞാനും ഗ്രേസി ചേച്ചി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.